കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പുറത്തു വന്നതിന് ശേഷമുള്ള കെ സുധാകരന്റെ ആദ്യ പ്രതികരണം റിപ്പോർട്ടറിന്. ഇന്നു മുതൽ കണ്ണൂരിൽ കോൺഗ്രസ് പ്രചാരണത്തിൽ സജീവമാകുമെന്ന് കെ സുധാകരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പേരാവൂരിലും കണ്ണൂരിലും പ്രചാരണത്തിനായി ഇറങ്ങുമെന്നും കെ സുധാകരൻ. ബിജെപിയിൽ പോകുമെന്ന വാർത്തകൾ ശുദ്ധ അസംബന്ധം. രാഷ്ട്രീയ എത്തിക്സ് ഉള്ളയാളാണ് താൻ. മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, സാഹചര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ല. അതിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്നും സുധാകരൻ പറഞ്ഞു. പാർട്ടിക്ക് വഴങ്ങിയ കെ സുധാകരന്റെ ആദ്യ പ്രതികരണം റിപ്പോർട്ടറിന് കേൾക്കാം. എന്തെങ്കിലും തരത്തിലുള്ള അസംതൃപ്തി ഉണ്ടോ, വിഷമം എന്തെങ്കിലും ഉണ്ടോ? പ്രചാരണത്തിന് ഇറങ്ങോ? ഉറപ്പായി ഇറങ്ങും. അപ്പൊ പേരാവൂരിലും കണ്ണൂരിലും വിജയം ഉറപ്പാണോ? ഇന്നലെ രാവിലെ ചില വാർത്തകൾ വന്നിരുന്നു, പേരാവൂരിൽ കാലുവാരി തോൽപ്പിക്കാനായിട്ട് സുധാകരന്റെ ശ്രമം നടക്കുന്നു. അയ്യോ, പാർട്ടിയുടെ ഒരു കുട്ടിയെ പോലും തോൽപ്പിക്കാൻ എൻ്റെ എനിക്ക് മനസ്സുണ്ടാവില്ല, ഞാനതിന് ശ്രമിക്കുകയില്ല. പിന്നെ ഈ ബിജെപിയിലേക്ക് പോകുന്നെന്ന് പറഞ്ഞ ഒരു വാർത്തയുണ്ട്. അബദ്ധം, ശുദ്ധ അസംബന്ധം. ഇന്ന് വരെ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല, ആലോചിക്കുകയില്ല. എനിക്ക് എൻ്റെതായ രാഷ്ട്രീയ എത്തിക്സ് ഇല്ലേ. കണ്ണൂരിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ അതിപ്പം ഇല്ല എന്നുള്ള തീരുമാനമാണ്. സാഹചര്യമില്ല, അതുകൊണ്ട് പിന്നെ മത്സരിച്ചിട്ടില്ല. എം പി എന്ന നിലയിൽ സംതൃപ്തനാണ്. നിശ്ചയമായും ഇനി അങ്ങോട്ടും അങ്ങനെ തുടരും. പിന്നെന്താ, ഈ UDF അധികാരത്തിലെത്തുമല്ലേ? ഉറപ്പായിട്ട് എത്തും. പിന്നെന്താ, സംശയ കരുതലുണ്ടാകും. ഈ പ്രാവശ്യം പിണറായി വിജയന്റെ ഭരണത്തെ താഴെ ഇറക്കിയിരിക്കും. വ്യക്തമായ അതിനുള്ള പോരാട്ടം നമ്മൾ. കെ സുധാകരന്റെ ആദ്യ പ്രതികരണമാണ്. കണ്ണൂരിലേക്ക് എത്തുന്ന കെ സുധാകരന്റെ പ്രതികരണത്തിൽ പാർട്ടിക്ക് പൂർണ്ണമായും വിധേയനാണ് താൻ എന്ന സന്ദേശമുണ്ട്. ഇന്നലെ അദ്ദേഹം ദില്ലിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ പറഞ്ഞത് പാർട്ടി എത്രയോ വലുതാണ്, ഞാൻ എത്രയോ ചെറുതാണ് എന്നുള്ളതാണ്. മുൾമുനയിൽ നിർത്തിയ മണിക്കൂറുകൾക്ക് ശേഷമാണ് കെ സുധാകരൻ കീഴടങ്ങിയത് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. പാർട്ടി തീരുമാനത്തിന് വഴങ്ങി നാട്ടിൽ തിരിച്ചെത്തിയ കെ സുധാകരന് സ്വീകരണമൊരുക്കി അനുയായികൾ. ഇന്നലെ അർദ്ധരാത്രിയാണ് സുധാകരൻ ദില്ലിയിൽ നിന്ന് തിരികെ കണ്ണൂരിൽ എത്തിയത്. സ്വീകരണത്തിന്റെ ദൃശ്യങ്ങൾ കൂടി കാണാം. കണ്ണൂരിലെ പ്രവർത്തകരുടെ ആവേശത്തിലേക്കാണ് KS വന്നത്.